ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MEP എഞ്ചിനീയറിംഗിന്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പാണ്. ഓക്കെ, HVAC, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതിൻ്റെയൊക്കെ കരിയർ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് റോഡ് മാപ്പാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് MEP എന്ന് പറയുന്നത്? ഓക്കെ, M ഫോർ മെക്കാനിക്കൽ, P ഫോർ ഇലക്ട്രിക്കൽ, P ഫോർ പ്ലംബിംഗ്. ഓക്കെ, നമ്മളുടെ ഒരു ബിൽഡിങ്ങിലുള്ള കംപ്ലീറ്റ് സർവീസസ്. ഓക്കെ, സർവീസസ് മാനേജ് ചെയ്യുന്ന എൻ്റെ ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ പറയുന്നത് MEP ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. മെക്കാനിക്കലിന്റെ മെയിൻ ആയിട്ട് വരുന്നത് HVAC ആണ്, HVAC എന്ന് പറയും. ഇൻഡോർ ഫ്രഷ് എയർ, കൂളിംഗ് ഫെസിലിറ്റീസ്, അതായത് ഹീറ്റ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത് HVAC ഡിസൈനിലാണ്. ഇലക്ട്രിക്കൽ വർക്കാണ് ഈ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലൈറ്റിംഗ് ആണെങ്കിലും പാനലിംഗ് ആണെങ്കിലും വയറിംഗ് ആണെങ്കിലും എല്ലാ സപ്പോർട്ടും അതിലാണ് വരുന്നത്. ദെൻ P ഫോർ പ്ലംബിംഗ്, വാട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ, അതായത് വെള്ളം കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പ്ലംബിങ്ങിലാണ് വരുന്നത്. HVAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HVAC എന്ന് പറയുന്നത് മെക്കാനിക്കലിൽ വരുന്ന ഫസ്റ്റ് സാധനമാണ്. അതായത് ബിൽഡിങ്ങിന് കംഫർട്ടബിൾ ആക്കാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടില്ലാതെ പ്രോപ്പർ വെന്റിലേഷനിൽ എയർ കണ്ടീഷനിലായിട്ട് ചെയ്യാം. അതിന് നമുക്ക് ഡക്റ്റ് ഒക്കെ വരാനുണ്ടാവും. അപ്പം ഡക്റ്റിന്റെ ലോഡുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യലൊക്കെ ഒരു HVAC ഡിസൈനറിന്റെ ഒരു പണിയാണ്. ഓക്കെ, ഇൻഡോർ ടെമ്പറേച്ചർ നമ്മുടെ പ്രോപ്പർ ക്ലൈമറ്റ് കൺട്രോൾ തന്നെ ആയിരിക്കാം. നമ്മൾ ചൂട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് എയർ വരണം. അതുപോലെ ബാഡ് എയർ പുറത്തേക്ക് പോകണം. അങ്ങനെയുള്ള പ്രോപ്പർ വെന്റിലേഷൻ ചെയ്യണം. ആൻഡ് AC എയർ പ്രോപ്പറായിട്ട് എന്താ പറയുക, ഡീഹ്യൂമിഡിഫൈ ചെയ്തിട്ട് കൂടുതലുള്ള പ്രോപ്പർ AC. നമ്മളിപ്പോൾ ഒരു മാളിലൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര ആൾക്കാർ അവിടെ വരുന്നുണ്ട്, ബട്ട് ഒരാൾക്കൊരു എന്താ പറയുക ശ്വാസം മുട്ടലോ അങ്ങനത്തെ ഒന്നും വരാത്തത് മെയിൻ ആയിട്ട് ഈ HVAC എന്ന് പറയുന്നതാണ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബേസ്മെന്റ് പാർക്കിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. പല കാറുകളിൽ നിന്നും പുകകളൊക്കെ വരുന്നുണ്ട്, ബട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന ശ്വാസം മുട്ടലൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ HVAC എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാറിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. ഇത്ര കാറിന്റെ പുകയുടെ ഉള്ളിൽ ഉണ്ട്, എന്നിട്ട് നമുക്കൊന്നും പറ്റുന്നില്ല. അതാണ് HVACന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ റിയൽ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. ഹൈ വോൾട്ടേജ്, നമ്മുടെ മെയിൻ സ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നത് ഹെവി എക്യുപ്മെന്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ. ദെൻ ലോ വോൾട്ടേജ്, ബൾബ്, ഫാന്, അങ്ങനത്തെ സാധനങ്ങൾ. ദെൻ എക്സ്ട്രാ ലോ വോൾട്ടേജ്, നമ്മൾ CCTV, നെറ്റ്വർക്കിംഗ്, പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? ഈ എക്സ്ട്രാ ലോ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ മെയിനായിട്ട് വരുന്നത് പവർ ഡിസ്ട്രിബ്യൂഷൻ, ലൈറ്റിംഗ് ഡിസൈനിങ്, വയറിംഗ് ആൻഡ് പാനൽ, ബാക്കപ്പ് ആൻഡ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കലിൽ മെയിനായിട്ട് വരുന്നത്. നമ്മളെ വീട്ടിലുള്ള കറണ്ടുകൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷണലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഡിസൈനർ വേണം. സിമ്പിൾ പറയുകയാണെങ്കിൽ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫാനോ ലൈറ്റ് ഏതോണോ കത്തുന്നത് അത് ഉള്ളിൽ കൂടി ഒരു കണക്ഷൻ പോകുന്നതുകൊണ്ടാണ്. ആ കണക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂമിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിച്ചണിൽ മിക്സി വർക്കാവും. ഓക്കെ, ഇതൊക്കെ ഒരു പ്രോപ്പർ ഡിസൈനിങ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അത് ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനിങ്. ദെൻ P ഫോർ പ്ലംബിംഗ് ആൻഡ് ഫയർ സേഫ്റ്റി, വാട്ടർ സപ്ലൈ. അതായത് നമ്മൾ ടാപ്പ് തിരിക്കുമ്പോൾ വെള്ളം പ്രോപ്പറായിട്ട് വരണം. വെള്ളം വന്നാൽ മാത്രം പോരാ, തിരിച്ച് ഡ്രെയിൻ ആയിട്ട് പോകണം. ഓക്കെ, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. സോ വാട്ടർ സപ്ലൈ ആൻഡ് വാട്ടർ ഡ്രെയിൻ. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ഒരു പ്ലംബിംഗ് ഡിസൈനറാണ്. അതുപോലെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, നമ്മൾ എന്താ പറയുക, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ചുവന്ന പെയിന്റടിച്ചുള്ള പൈപ്പുകൾ കാണും. അവിടെ ഇൻ കേസ് ഓഫ് ഫയർ, ഫയർ വന്നു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഫയർ ഹൈഡ്രന്റ് ഉണ്ടാവും, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ പ്രോപ്പറായിട്ട് വെച്ചില്ലെങ്കിൽ ഒരു തീ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതിനുള്ള ഡിസൈനിങ്ങും ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. സ്പ്രിംഗ്ലർ ജസ്റ്റ് നമ്മൾ കാണുന്ന ചെറുപ്പം മുട്ടായിരുന്നു. ഒരു സ്മോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടി ഒരു പ്രഷറിൽ വെള്ളം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡിസൈൻ ഉണ്ട്, അല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ലേഔട്ട്സ്, നമ്മൾ എന്താ പറയുക, ബേസിൻസ്, അതുപോലെ തന്നെ പൈപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫിക്സ്റ്റേഴ്സ് ഉണ്ട്.
അതിൻ്റെയൊക്കെ പ്രോപ്പർ എന്താ പറയുക ഡിസൈൻ അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് എന്താ പറയുക പ്ലംബിംഗ് ഡിസൈൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. ആൻഡ് നമുക്കറിയാം ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ വർക്കുകൾ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്സലറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സ്മാർട്ട് എഞ്ചിനീയർ ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു MEP ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോകാഡ് MEP അറിഞ്ഞിരിക്കണം, റെവിറ്റ് MEP അറിഞ്ഞിരിക്കണം, ഹാപ്പ് എന്ന് പറഞ്ഞാൽ HVAC-യുടെ സൈസിങ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ. അവർലി അനലൈസിസ് പ്രോഗ്രാം. ഓക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക ഓഫ്കോഴ്സ് ഡിസൈൻ അറിഞ്ഞിരിക്കണം. ഡിസൈൻ ആണ് ഇറ്റ്സ് എ കോർ. ഓക്കെ. ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഡിസൈൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഏത് സൈസിൽ ഡെക്ട് വേണം, എന്ത് വോൾട്ടിൽ പവർ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ലോഡ് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, വാട്ടർ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എങ്ങനെയൊക്കെയാണ് പ്രോപ്പർ മാനേജ് ചെയ്യാൻ പറ്റുക, ഇതിന്റെ കോറ് നമുക്ക് അറിഞ്ഞാൽ ഈ കോറിന്റെ ഇൻപുട്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിൽ കൊടുക്കുകയാണെങ്കിൽ വാട്ടർ ഇറ്റ് അതിന്റെ ഔട്ട്പുട്ട് കുറച്ചും കൂടി സ്പീഡിൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ടെക്നിക്കാലിറ്റിയും ടെക്നോളജിയും ആസ് എ ഡിസൈനർ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സ്പീഡായിട്ട് നല്ലൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സാലറി ഓർ സ്കിൽസ് ഒക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു MEP എഞ്ചിനീയറിന് സോഫ്റ്റ്വെയർ പ്രൊഫഷൻസി എന്തായാലും റിക്രൂട്ടേഴ്സ് നോക്കും. ലോഡ് കാൽക്കുലേഷൻ അറിയാമെന്നുള്ള നോക്കും. ഏതൊക്കെ കോഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അറിയാം, ലോക്കൽ ബിൽഡിംഗ് കോഴ്സ്, സൈറ്റ് ആയിട്ട് കോർഡിനേറ്റ് സൈസിൽ റിയൽ മാർക്കറ്റ് സിനാരിയോസ് അറിയാമെന്നുള്ളത് നോക്കും. അതിൻ്റെ ഒരു സാലറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മെട്രോ സിറ്റീസിൻ്റെ ഒരു 30,000 to 50,000 പെർ മന്ത് ആവറേജ് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റ്സ് സേ 5,000 to 7,000 AED പെർ മന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദ സിനാരിയോ മാർക്കറ്റിംഗ് സെൽസ് കൊണ്ടും. ആൻഡ് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 0 to 3 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കാറ്റഗറിയിലാണ്. ഇഫ് യു ആർ എ ഗുഡ് എഞ്ചിനീയർ യു കൻ ഏൺ മോർ. ഓക്കെ. ബട്ട് ദ തിങ്സ് നമുക്ക് അതിനെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മളത് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഇനി ഒരു MEPയിലുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം, അതായത് നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് അല്ലെങ്കിൽ എൻഡ് കോളായിട്ട് പറയുന്നത്. ഫണ്ടമെന്റൽസ് പഠിക്കുക. HVAC എന്താണ്, ഇലക്ട്രിക്കൽ എന്താണ്, പ്ലംബിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. സോഫ്റ്റ്വെയർസ് ഇത് റിലേറ്റഡ് ആയിട്ട് സോഫ്റ്റ്വെയർസ് പഠിച്ചിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ദെൻ റിയൽ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ റിയൽ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാവും. ദെൻ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാസ്പ് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. നല്ല രീതിയിൽ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിയൽ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ കരിയർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ആക്സലറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ജോബുകൾ കിട്ടും. ഓക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ജോബുകൾ കിട്ടും, നല്ല നല്ല ജോബുകൾ കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റും. ഓക്കെ. സോ ഈ കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാൻ തോന്നിയത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ നമ്മളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കരിയറിലേക്കുള്ള സക്സസിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ തരുന്നതാണ്. സോ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു എവരി വൺ. ടേക്ക് കെയർ. ബൈ.